സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓം ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരുമഹാരാജനും പരദേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. സായി സച്ചരിതം 23-ാമത്തെ ദിവസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 13-ാം അധ്യായം. സായി സച്ചരിതം തീർച്ചയായും നമ്മുടെ ആത്മീയ വികാസത്തിന് വളരെ ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ശ്രീ സായീശ്വരൻ നമുക്ക് തരുന്ന സായി സച്ചരിതത്തിൽ കൂടി നമുക്ക് തരുന്ന അനുഭവങ്ങൾ തീർച്ചയായും നമ്മുടെ ആധ്യാത്മികമായി പുരോഗതിക്ക് വളരെ സഹായിക്കും. മറ്റേതൊരു ഗ്രന്ഥത്തെക്കാളും ഈ സായി സച്ചരിതം നമ്മുടെ ആത്മീയ യാത്രയിൽ വളരെ പുരോഗതി ഉണ്ടാക്കും എന്ന് ഉറപ്പായ സംഗതിയാണ്. സായീശ്വരൻ കഴിഞ്ഞ അധ്യായത്തിൽ ബാബയുടെ ചികിത്സ എന്ന ആ അധ്യായത്തിൽ അദ്ദേഹം ഒരു രോഗം മാറ്റാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചികിത്സിച്ചിട്ട് രോഗം മാറ്റുന്ന രീതിയെ കുറിച്ചിട്ടല്ല അദ്ദേഹം പറഞ്ഞു. ഭീമാജി പട്ടേൽ എന്നു പേരുള്ള ഒരു വളരെ ധനികൻ, കോടീശ്വരൻ, അതിഥി സൽക്കാരത്തിനൊക്കെ വളരെ പേരുകേട്ട വ്യക്തി. അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം വന്നു. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ക്ഷയരോഗമാണ് വന്നതെന്ന്. ചോര ഛർദ്ദിക്കുവാൻ തുടങ്ങി പല പ്രാവശ്യവും. ഇനി ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ല എന്ന ഘട്ടത്തിൽ അദ്ദേഹം എത്തി നിൽക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹം അങ്ങോട്ട് കത്തെഴുതി, എനിക്ക് നിങ്ങളെ ഒന്ന് വളരെ പെട്ടെന്ന് കാണണം, എൻ്റെ സ്ഥിതി ഇന്നതാണ്, വളരെ വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലാണ് ഞാൻ ഉള്ളത് എന്ന് പറഞ്ഞ്. പക്ഷേ ആ സുഹൃത്ത് അദ്ദേഹത്തിന് വളരെ ആശ്വാസമരുളുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, സാക്ഷാൽ സായീശ്വരനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ തൃപ്പാദം പിടിച്ച് അരുളിയാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ അസുഖങ്ങൾ മാറിക്കിട്ടും. അതുകൊണ്ട് എത്രയും വേഗം ഷിർദിയിലേക്ക് വരുവാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഷിർദിയിലെത്തി. ഷിർദിയിൽ അദ്ദേഹത്തിനെ 3-4 ആൾക്കാർ താങ്ങി പിടിച്ചിട്ടാണ് ബാബയുടെ മുന്നിൽ കൊണ്ടെത്തിച്ചത്. ബാബയുടെ കാല് പിടിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് വളരെ ഭക്തിപൂർവ്വം അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറഞ്ഞു. സായി ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഒരു നോട്ടം നോക്കിയത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശമനം വന്നു എന്ന് തന്നെ പറയാം. ദിവസം പലവട്ടം രക്തം ഛർദ്ദിച്ചിരുന്ന അദ്ദേഹം പിന്നീട് രക്തം ഛർദ്ദിക്കുന്നത് കുറഞ്ഞു വന്നു. പിന്നീട് തീരെ ഇല്ലാണ്ടായി. അദ്ദേഹം പൂർണ്ണമായിട്ടും ആ അസുഖത്തിൽ നിന്ന് മാറി സുഖം പ്രാപിച്ചു. പിന്നീട് അദ്ദേഹം തിരിച്ചുപോയി. എന്നിട്ടും പലവട്ടവും അദ്ദേഹം ഷിർദിയിലേക്ക് വന്ന് സായിയെ കാണുകയും സായീശ്വരനെ കാണുകയും അദ്ദേഹത്തിലാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും സായി ഇങ്ങോട്ട് ചെയ്യണമെന്ന് ആരോടും പറയുന്നൊന്നുമില്ല. അദ്ദേഹത്തിന് തോന്നിയാൽ
അദ്ദേഹം പറയും. പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ആൾക്കാരോട് അദ്ദേഹം പറഞ്ഞ് ചെയ്യിപ്പിക്കും. ഇത് ഇദ്ദേഹത്തിൻ്റെ കൃപാ കടാക്ഷം കൊണ്ട് മാത്രമുണ്ടായ ഒരു സംഗതിയാണ്. അപ്പോൾ ഇന്ന് സായീശ്വരൻ നമ്മളുടെ ഇടയിലില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതിയിൽ കൂടി, അദ്ദേഹത്തിൻ്റെ ഈ സായി സച്ചരിതത്തിൽ കൂടി ഹേമന്ത് പാന്ത് പറഞ്ഞു തരുന്നു. അതിൽ കൂടി നമുക്ക് സായീശ്വരനെ മനസ്സിലാക്കാം. തീർച്ചയായും സായീശ്വരൻ നമ്മുടെ മുന്നിലില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാവം, അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രഭാവം തീർച്ചയായും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ആൾക്കാരോടും ഇത് സായി സച്ചരിതം എല്ലാവരും കേൾക്കുകയും മറ്റുള്ള ആൾക്കാർ, നമ്മൾ കേട്ടാൽ മാത്രം പോരാ, മറ്റുള്ള ആൾക്കാർക്ക് അത് കേൾക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാക്കുകയും അങ്ങനെ സായി ദേവൻ്റെ പേരും പ്രശസ്തിയും അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എല്ലാ ജനങ്ങളിടയിലേക്കും എത്തിക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട പ്രഥമ ദൗത്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ചികിത്സകൻ എന്ന രൂപത്തിലാണ് ഈ അധ്യായം. ഓരോരോ അധ്യായത്തിന് അദ്ദേഹം ഹേമന്ത് പാന്ത് കൊടുത്ത പേരുണ്ട്. അത് നമ്മൾ ഓർമ്മിച്ചാൽ അതുവഴി നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. ധ്യാനിച്ചാൽ എന്താണോ നമുക്ക് ആവശ്യം, ഒരു രോഗം വന്നിട്ട് രോഗം മാറാൻ വേണ്ടി ആണ് നമ്മളെ വിചാരിക്കുന്നതെങ്കിൽ ഈ അധ്യായം 13-ാമത്തെ അധ്യായം ബാബയുടെ ചികിത്സ എന്ന അധ്യായത്തിലുള്ള സംഭവങ്ങൾ ബാബേനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് ബാബയുടെ തിരുനാമം ചൊല്ലിക്കൊണ്ട് ഈ അനുഭവം നമ്മൾ ഓർമ്മിച്ചു നോക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമ്മൾക്ക് ഉണ്ടാവുകയും ചെയ്യും. കർമ്മഫലത്തെ സായി പരിഹരിച്ച മറ്റൊരു ലീല കേൾക്കൂ. ബാല ഗണപത് ഷിംഭി തികഞ്ഞ സായി ഭക്തൻ, ഒരു സായി ഭക്തന്റെ പേരാണ്. അദ്ദേഹത്തിന് ഒരു തരം മലമ്പനി പിടിച്ചു. വിട്ടുമാറാത്ത പനി. മലമ്പനി എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത പനി, ഇടക്കിടക്കേ പനി വന്നും പോയും കൊണ്ടിരിക്കുന്നതിനാണ് മലമ്പനി. ചെയ്യാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു, ഫലമുണ്ടായില്ല. ഒടുവിൽ മഹാവൈദ്യനായ സായിയെ ശരണം പ്രാപിച്ചു. നമ്മൾക്കറിയാം, നമ്മൾ മഹാവിഷ്ണുവിനെ വൈദ്യനാഥൻ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷാൽ പരമശിവനെ വൈദ്യനാഥൻ എന്ന് വിളിക്കുന്നു, അല്ലേ? അതേപോലെ തന്നെ സായീശ്വരനും ഒരു വൈദ്യനാഥനാണ്. വിട്ടുമാറാത്ത പനി, ചെയ്യാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു, ഫലമുണ്ടായില്ല. ഒടുവിൽ മഹാവൈദ്യനായ സായിയെ തന്നെ ശരണം പ്രാപിച്ചു. ബാബ, എന്ത് കൊടിയ പാപം ചെയ്തിട്ടാണ് എനിക്ക് ഈ രോഗം? മലമ്പനി പിടിപെട്ട ബാല ഗണപത് ഷിംഭി എന്ന ആള് സായിയോട് വന്ന് ചോദിക്കുന്നത്, എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്ക് രോഗം തന്നെ? എനിക്കിത് താങ്ങാനാവുന്നില്ല, എൻ്റെ രോഗം മാറ്റണേ. ഭക്തന്റെ വേവലാതി കണ്ട് സായിയുടെ മനമലിഞ്ഞു. അവിടുന്ന് കൽപ്പിച്ചു, ചെല്ല്, ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിനരികിൽ നിൽക്കുന്ന കറുത്ത നായക്ക് തൈര് കുഴച്ച് ചോറ് കൊടുക്ക്. മലമ്പനി പിടിപെട്ടിട്ട് ബാബയുടെ സഹായം ആവശ്യപ്പെട്ടിട്ട്, ബാബ ഇതൊന്ന് മാറ്റിത്തരണേ എന്ന് അപേക്ഷിച്ചിട്ട് അവിടെ വന്ന ബാല ഗണപത് ഷിംബിയോട് ബാബ പറഞ്ഞത് എന്താണ്? ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിനരികിൽ നിൽക്കുന്ന കറുത്ത നായക്ക് തൈര് കുഴച്ച് ചോറ് കൊടുക്ക്. ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിനരികിൽ നിൽക്കുന്ന കറുത്ത നായക്ക് തൈര് കുഴച്ച് ചോറ് കൊടുക്ക്. രോഗം മാറാൻ വേണ്ടി വന്ന രോഗം മാറ്റാൻ വേണ്ടി രോഗം മാറുവാൻ ബാബയെ കാണാൻ വേണ്ടി വന്ന ഒരാളോട് ബാബ കൊടുത്ത ഒരു നിർദ്ദേശമാണ്. ഇതെന്ത് പരിഹാരം? എങ്ങനെ ഇത് ചെയ്യും? ചോറും തൈരും ഉണ്ടാക്കാം, പക്ഷെ കറുത്ത നായിയെ ക്ഷേത്ര സമീപം സംഘടിപ്പിക്കുന്നത് എങ്ങനെ? ചോറും തൈരും ശരിയാക്കാം, പക്ഷെ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിനരികിൽ പോയി കറുത്ത നായക്ക് ചോറ് കൊടുക്കുന്ന പറഞ്ഞാൽ അവിടെ എങ്ങനെ കറുത്ത നായ ഉണ്ടാവുക? ഏതായാലും സായിനാഥന്റെ കൽപ്പന അനുസരിക്കാൻ തന്നെ ബാല ഉറച്ചു. അതേ വിധം പ്രവർത്തിച്ചു. അദ്ദേഹം ചോറുരുളയുമായി ക്ഷേത്ര സമീപം ചെന്നപ്പോൾ കറുത്ത നായ വാലാട്ടി അരികിലേക്ക് വരുന്നു. ചോറുരുളയുമായി അദ്ദേഹം തൈരും ചോറും കൂട്ടിക്കുഴച്ചിട്ട് ഉരുളയാക്കി എടുത്തിട്ട് ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിനരികിലേക്ക് പോകുമ്പോൾ ബാബ പറഞ്ഞ പോലെ അവിടെ ഒരു കറുത്ത നായ വാലാട്ടി അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു.
അദ്ദേഹം നായയെ ഊട്ടി, അതോടെ പനിയും അകന്നു. നായക്ക് ഭക്ഷണം കൊടുത്തു ബാബ പറഞ്ഞ പ്രകാരം, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പനിയും അകന്നു. ഇതെങ്ങനെ മാനവ ബുദ്ധിക്ക് വിശദീകരിക്കാനാവും? ഇത് ആരോടെങ്കിലും പറയാൻ സാധിക്കുക? മലമ്പനി വന്നിട്ട് മലമ്പനി മാറ്റാൻ വേണ്ടി ബാബയെ കാണാൻ ചെന്ന ബാല ഗണപത് ഷിംബിയോട് ബാബ പറഞ്ഞത്, നീ തൈരും കൂട്ടി ചോറ് കുഴച്ചിട്ട് ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിനരികിൽ ഒരു കറുത്ത നായ ഉണ്ടാവും, ആ കറുത്ത നായക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കുന്നു. അദ്ദേഹം പ്രകാരം ചോറും തൈരും ഉണ്ടാക്കി കുഴച്ചിട്ട് അദ്ദേഹം ഉരുളയാക്കി നായക്ക് കൊടുക്കാൻ വേണ്ടി ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിനരികിലേക്ക് പോകുമ്പോൾ ബാബ പറഞ്ഞത് പ്രകാരം ഒരു കറുത്ത നായ വാലാട്ടി ഇദ്ദേഹത്തിൻ്റെ അടുക്ക വരുന്നു. അദ്ദേഹം അതിനെ ചോറ് കൊടുത്തു, ഇദ്ദേഹത്തിൻ്റെ അസുഖവും മാറി. ബാപ്പു സാഹേബ് ബൂട്ടിയുടെ കഥ ഇതിലൊക്കെ അത്ഭുതകരം. മറ്റൊരു അത്ഭുതകരമായ സംഭവം, ബാപ്പു സാഹേബ് ബൂട്ടി അദ്ദേഹത്തിന് കടുത്ത അതിസാരം പിടിപെട്ടു. പനി തന്നെ, പനി, അതിസാരം എന്ന് പറഞ്ഞാൽ പനിയും ഛർദിയും വയറിളക്കവും ഒക്കെ. ഛർദി വശംകെട്ടു, തളർന്ന് അവശനായി. ഛർദിയും വയറ്റുന്നു പോക്കും വയറിളക്കവും എല്ലാം വന്ന് അവശനായി. സായി ദർശനത്തിന് പോലും പോകാൻ കഴിയാത്ത വിധം അദ്ദേഹം കുഴഞ്ഞുപോയി. ബാബ വിവരം അറിഞ്ഞു. അവിടെ നിന്ന് ബൂട്ടീനെ ആളയച്ചു വരുത്തി. ബാപ്പു സാഹേബ് ബൂട്ടിയെ ആളയച്ചു വരുത്തി. ഭക്തനെ പ്രേമപൂർവ്വം കടാക്ഷിച്ച് അവിടെ നിന്ന് ഗംഭീര ഭാവത്തിൽ കൽപ്പിച്ചു, ഇനി വയറിളവില്ല. ബാബ അദ്ദേഹത്തിന് നോക്കിയതേ ഉള്ളൂ, ഇനി വയറിളവില്ല, ഛർദിയും നിൽക്കട്ടെ. ആ നിമിഷം അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ബൂട്ടിക്ക് സുഖമായി. മറ്റൊരിക്കൽ ബൂട്ടിക്ക് കോളറ പിടിപെട്ടു. അന്നും ഇതുപോലെ തന്നെ അവസ്ഥ ഗുരുതരമായി. രോഗിക്ക് കടുത്ത ദാഹം. ഡോക്ടർ പിള്ള പല വഴികളും നോക്കി, ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ അദ്ദേഹം ബാബയോട് ഉപദേശം തേടി. ബാബ പറഞ്ഞു, നാരങ്ങ, അണ്ടിപ്പരിപ്പ്, ബദാം ഇവ പഞ്ചസാര ചേർത്ത് പാലിൽ കഴിക്കട്ടെ. നാരങ്ങ, അണ്ടിപ്പരിപ്പ്, ബദാം ഇവ പഞ്ചസാര ചേർത്ത് പാലിൽ കഴിക്കട്ടെ. അവൻ്റെ ദാഹമകലും, രോഗം ശമിക്കും. ചികിത്സാ വിധി കേട്ട് എല്ലാവരും അന്താളിച്ചുപോയി. കാരണം ഇതിലെ ഓരോന്നും രോഗം കൂടുതൽ വഷളാക്കുന്നതാണ്. കോളറേനെ വഷളാക്കുന്നതാണ്. പക്ഷെ ബാബ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കണ്ടേ? കൊടുത്തു. പക്ഷേ സായി ഈശ്വരൻ്റെ ആജ്ഞ അനുസരിക്കപ്പെട്ടു. ബൂട്ടിയുടെ രോഗം ശമിച്ചു. ആളിന്നിയിൽ നിന്ന് ബാബ ദർശനത്തിന് ഒരു സ്വാമി എത്തി. ചെവിവേദന കൊണ്ട് അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. ചികിത്സ പലതും ചെയ്തതാണ്, ഓപ്പറേഷനും നടത്തി. പക്ഷേ വേദനയ്ക്ക് കാര്യമായ ശമനമുണ്ടായില്ല. അങ്ങനെ കഴിയുമ്പോഴാണ് ബാബയെക്കുറിച്ച് കേട്ടതും ദർശനത്തിനായി എത്തിയതും. അദ്ദേഹം സായി ചരണങ്ങളിൽ നമിച്ചു. ബാബ ഉതി നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ മാധവറാവു വിനയപൂർവ്വം ഭക്തിയോട് അപേക്ഷിച്ചു, ബാബ ഇദ്ദേഹത്തിൻ്റെ ചെവിവേദന അകറ്റണേ, അള്ളാഹു എല്ലാം ശരിയാക്കും. ബാബ അരുളി. അനുഗ്രഹ വചസ്സുകൾ കേട്ട് സ്വാമി സന്തോഷത്തോടെ മടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞ് സ്വാമിയുടെ കത്ത് വന്നു. വേദന മാറി, പക്ഷേ അപ്പോഴും നീർക്കെട്ടുണ്ടായിരുന്നു. ശസ്ത്രക്രിയ ചെയ്യാൻ നിശ്ചയിച്ചു. പക്ഷേ സമയമായപ്പോൾ നീർക്കെട്ടും ഇല്ലാതായി. അങ്ങനെ ശസ്ത്രക്രിയ ഒഴിവായി. ഇപ്പോൾ പരമസുഖം. സായീശ്വരൻ്റെ മഹിമയോർത്ത് എല്ലാവരും അത്ഭുതപ്പെട്ടു. എത്ര രോഗികളെയാ മാറ്റിയേ? എല്ലാം പല വിധത്തിൽ കൂടി അല്ലേ? സഭാമണ്ഡപത്തിൻ്റെ തറപ്പാകുന്ന ജോലി ആരംഭിക്കുന്നതിന് ഏതാനും നാൾ മുമ്പുണ്ടായ ഒരു സംഭവം കേൾക്കൂ. മറ്റൊരു സംഭവം. ഭക്തനായ കാക്ക മഹാജനിക്ക് വയറിളക്കം പിടിപെട്ടു. പല വട്ടമായപ്പോൾ അദ്ദേഹം ക്ഷീണിതനായി. പക്ഷെ മരുന്നൊന്നും കഴിച്ചതുമില്ല, ബാബയോട് പറഞ്ഞതുമില്ല. കാരണം അവിടെ നിശ്ചയിക്കുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളുമെന്ന് ആ ഭക്തൻ ഉറപ്പാണ്. ബാബയോടൊന്നും പറഞ്ഞിട്ടില്ല, ബാബ അറിയുന്നുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. ദുരിതങ്ങൾ അനുഭവിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷേ താൻ ചെയ്യുന്ന നിത്യപൂജയും ആരതിയും മുടങ്ങരുതെന്ന് പ്രാർത്ഥനയുമുണ്ട്. നിത്യപൂജ ചെയ്യുന്നുണ്ട്, നിത്യവും ബാബേനെ പൂജിക്കുന്നുണ്ട്, ആരതി ചെയ്യുന്നുണ്ട്, ഒന്നും മുടങ്ങിപ്പോറ്. അതുകൊണ്ട് പെട്ടെന്ന് ആവശ്യം വന്നാൽ ഉപയോഗിക്കാനായി മസ്ജിദിൽ തന്നെ ഒരു ചെമ്പ് പാത്രം നിറയെ ജലം കരുതിയിരുന്നു. ബാബ ലണ്ടിയിൽ പോയി മടങ്ങി വന്ന് പതിവ് സ്ഥലത്ത് ഇരുന്ന് താഴെ തുറസായ സ്ഥലത്ത് തറ നിരപ്പാക്കുന്ന പണി നടക്കുകയായിരുന്നു. അപ്പോൾ ആ ശബ്ദം കേട്ടുടനെ ബാബ കോപത്തോടെ ചാടിയെണീറ്റു. കണ്ണുകൾ ചുവന്ന് കലങ്ങി. ബാബയുടെ കോപം കണ്ട് എല്ലാവരും ചിതറിയോടി. കാക്ക മഹാജനിയും ഓടാൻ തുടങ്ങിയവയെ ബാബ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. നീ എവിടെ പോകുന്നു? ഇവിടെ ഇരിക്കിൻ. ആരോ ഓടിയപ്പോൾ ഇട്ടിട്ട് പോയ കടലയെടുത്ത് ബാബ അതിൻ്റെ തൊലി തിരുമ്മി ഊതിക്കളഞ്ഞ് പിന്നീട് കാക്ക മഹാജനിക്ക് കഴിക്കാൻ കൊടുത്തു.
അതേസമയം മുറ്റത്ത് നിൽക്കുന്നവരെയും മറ്റും കണക്കില്ലാതെ ശകാരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ ഏറെ കടല കഴിപ്പിച്ചിട്ട് ബാബ ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. കാക്ക വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. ബാബ കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ കാക്കയെ കൊണ്ട് കുടിപ്പിച്ചു. പിന്നെ പറഞ്ഞു, ഇപ്പോൾ നിന്റെ വയറിളക്കം മാറി. അതോടെ കാക്ക മഹാജനിയുടെ ദുരിതവുമാകുന്നു. ഇനി ആലോചിക്കൂ, കടലയും വെള്ളവും വയറിളക്കവും കൂട്ടുമോ കുറക്കുമോ? ബാബ കൊടുക്കുന്ന വസ്തുക്കളല്ല യഥാർത്ഥത്തിൽ മരുന്ന്, അവിടുത്തെ ദിവ്യവചനങ്ങളാണ്. ബാബ കൊടുക്കുന്ന വസ്തുക്കളല്ല, ബാബയുടെ ആ വചനങ്ങളാണ് യഥാർത്ഥത്തിൽ മരുന്ന്. ഷിർദിക്കാരൻ ദാത്തോപാന്തിന് വയറ്റുവേദന തുടങ്ങിയിട്ട് വർഷം 14ആയി. വയറുവേദന തുടങ്ങിയിട്ട് വർഷം 14ആയി. മരുന്നുകൾ കൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല. ബാബയുടെ അത്ഭുത കഥകൾ കേട്ട് അദ്ദേഹം മസ്ജിദിലെത്തി. ബാബയോട് തൻ്റെ ദുഃഖം വിശദീകരിച്ചു. ബാബ തൃക്കരം ദത്തോപാന്തിൻ്റെ ശിരസിൽ വെച്ചു. പിന്നെ ഉദിയും കൊടുത്തു. കുറച്ച് ദിവസം അവിടെ നിൽക്കാനും പറഞ്ഞു. അദ്ദേഹം അതെല്ലാം അനുസരിച്ചു. ക്രമേണ വയറ്റുവേദന പൂർണ്ണമായും മാറി. മാധവ് റാവു ദേശ്പാണ്ഡെ മൂലക്കുരു കൊണ്ട് ഏറെ ക്ലേശിച്ചിരുന്നു. ബാബ അദ്ദേഹത്തിന് സുന്നാമുഖി കഷായം നൽകി. അസുഖം മാറി. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞ് അസുഖം വീണ്ടും ഉണ്ടായി. ഇപ്രാവശ്യം അദ്ദേഹം സ്വയം അതേ കഷായം കഴിച്ചു. രോഗം വഷളായി. പിന്നീട് ബാബ തന്നെ അസുഖം മാറ്റിക്കൊടുത്തു. കാക്ക മഹാജനിയുടെ അനുജൻ ഗംഗാധർ പാന്ത് വയറുവേദനയാൽ പൊളഞ്ഞിരുന്നു. മറ്റൊരു വഴിയുമില്ലാതായപ്പോൾ ഗംഗാധർ സായി ചരണങ്ങളിൽ അഭയം തേടി. ബാബ അദ്ദേഹത്തിൻ്റെ ഉദരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി, വിഷമിക്കേണ്ട, ഈശ്വരൻ മാറ്റിത്തരും. പിന്നീട് വയറുവേദന ഉണ്ടായിട്ടേയില്ല. നാനാസാഹബ് ചന്ദ്രോർക്കർക്ക് ഒരിക്കൽ കഠിനമായ വയറ്റുവേദന ഉണ്ടായപ്പോൾ ബാബ ബർഫി എന്ന മധുരപലഹാരം നെയ് ചേർത്ത് മരുന്നായി നൽകി. രോഗം മാറുകയും ചെയ്തു. അവിടുത്തെ ദിവ്യവാണി, ദിവ്യസങ്കല്പം, അതാണ് രോഗമകറ്റുന്നത്. കഴിക്കാനായി ഭക്തന് കൊടുത്ത വസ്തുക്കൾ വെറുമൊരു ഉപാധി മാത്രം. ഇതാണ് ഈ അധ്യായത്തിലെ ബാബയുടെ ചികിത്സ എന്ന തലവാചകത്തോടു കൂടിയ ഈ അധ്യായത്തിലെ ബാബ നടത്തിയിട്ടുള്ള ബാബയെ കണ്ട് അസുഖം വന്നിട്ട് ബാബയെ കാണാൻ പോയ പല ആൾക്കാരുടെയും അസുഖം മാറ്റിയ അനുഭവമാണ് ഈ അധ്യായത്തിൽ കൂടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അധ്യായത്തിൽ 1, 2, 3 സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ച് കുറിച്ചു വെക്കുക. ഓരോരു സംഭവം കുറിച്ചു വെച്ചതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം? നമ്മൾ അസുഖം വന്നാൽ നമ്മൾ ബാബേനെ മനസ്സാൽ ധ്യാനിക്കുക. ബാബയുടെ മോഹന രൂപം നമ്മളെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടാവും. ബാബയെ ഓം സായിനാഥായ നമ, ഓം ശ്രീ സായിനാഥായ നമ, ഓം ശ്രീ സായിനാഥായ നമ എന്ന ദിവ്യമന്ത്രം പലവട്ടം ഉച്ചരിച്ചുകൊണ്ട് ബാബയെ ഓർമ്മിക്കുക. എന്നിട്ട് ഇതിലുള്ള 1, 2 സംഭവങ്ങൾ ഓർക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ മാറിക്കിട്ടും എന്ന ദൃഢവിശ്വാസത്തോടു കൂടി വേണം ചെയ്യാൻ. ഏതൊന്നും വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പിക്കുക. അപ്പോൾ ബാബയെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അധ്യായങ്ങൾ ഇങ്ങനെ തുടരെ വായിക്കുന്നത്. തീർച്ചയായും ഈ കഴിഞ്ഞ അധ്യായങ്ങളും ഓരോരോ അധ്യായത്തിലുള്ള സംഭവങ്ങളും മറ്റും നമ്മൾ മാറി ഓർമ്മിക്കുക, ചിന്തിക്കുക, അത് ധ്യാനിക്കുക ഒക്കെ ആവുമ്പോൾ നമ്മൾക്കും ഒരു നല്ല രീതിയിൽ നല്ലൊരു നമ്മുടെ ആധ്യാത്മികത്തിലുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളുടെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരവും ബാബ തന്നെ ആക്കിത്തരും. അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കും ഇതുകൊണ്ട് ഉപകാരം കിട്ടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരോടും വീണ്ടും അപേക്ഷിക്കുന്നു. എല്ലാ ആൾക്കാരും, ഇത് കാണുന്ന ആൾക്കാരൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഓരോരോ ഇതും സംഭവങ്ങൾ സായിയുടെ ഓരോരോ കാര്യങ്ങളും നിങ്ങളുടെ ഇതിൽ വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വീണ്ടും കാണാനും അത് മറ്റുള്ള കൂട്ടർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സായി സച്ചരിതം ഇവിടെ നിർത്തുന്നു. എല്ലാ കാര്യങ്ങളും ബാബയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീ